Welcome to Betty Vlogs. This is our first day in Vietnam at Ho Chi Minh City. ഉച്ചയായപ്പോഴേക്കും വിയൻഡോങ് ഹോട്ടലിലേക്ക് ചെക്ക് ഇൻ ചെയ്ത് അവിടുന്ന് ഒരു ഫ്രൈഡ് റൈസും ചിക്കൻ്റെ ഒരു ഡിഷും കഴിച്ചു. ഹോ ചി മിൻ സിറ്റി നേരത്തെ അറിയപ്പെട്ടിരുന്നത് സൈഗോൺ എന്നാണ്. ഇപ്പോഴും ഇവിടുത്തെ ലോക്കൽസ് ഈ സിറ്റിയെ സൈഗോൺ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ഹോ ചി മിൻ ഇവിടുത്തെ ഒരു പ്രസിഡന്റ് ആയിരുന്നു. അങ്ങനെ ഇത് ഹോ ചി മിൻ സിറ്റി എന്ന് അറിയപ്പെടാൻ തുടങ്ങി. ട്രാവലിംഗ് കൺവീനിയൻസിന് വേണ്ടി വിയറ്റ്നാമിൽ വരുമ്പോൾ ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡിലേക്ക് ട്രാവൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. സോ വി ഹാവ് സ്റ്റാർട്ടഡ് ഫ്രം സൗത്ത്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ് ദുയ് വിയൻ വാക്കിംഗ് സ്ട്രീറ്റ്. ഞങ്ങൾ വെറുതെ ആ സ്ട്രീറ്റ് വഴി നടക്കാൻ ഇറങ്ങിയതാണ്. ഇപ്പം അങ്ങനെ ആൾക്കാരൊന്നും വന്നു തുടങ്ങിയിട്ടില്ല. ദുയ് വിയൻ ഈസ് ഫേമസ് ഫോർ ഇറ്റ്സ് നൈറ്റ് ലൈഫ്. അപ്പോൾ നൈറ്റ് ലൈഫ് ഇവിടുത്തെ എങ്ങനെയാണെന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ജാപ്പനീസ് മാച്ച ഇവിടെ ഭയങ്കര ഫേമസ് ആണ്. ഞങ്ങൾ കുറേ ഷോപ്സിൽ അത് കണ്ടു. അങ്ങനെ അമ്പരചുംബികളായ കെട്ടിടങ്ങളെയും കടകളെയും നോക്കി ഞങ്ങൾ സഞ്ചരിച്ചു. ഇവിടുത്തെ ഷോപ്പിലെ കുറേ ഫുഡ് ഐറ്റംസും അതുപോലെ ഡെസേർട്സ് ഒക്കെ കാണാൻ ഭയങ്കര അട്രാക്റ്റീവ് ആണ്. നമുക്ക് എല്ലാം അങ്ങ് വാങ്ങിയാൽ കൊള്ളാമെന്ന് തോന്നും. അങ്ങനെ നടക്കുമ്പോഴാണ് കോഡോനട്ട് കെംഡൂറ എന്നൊക്കെ പറയുന്ന ഒരു ഷോപ്പ് കണ്ടത്. അവിടെ നോക്കുമ്പോൾ ഭയങ്കര തിരക്ക്. അകത്താണെങ്കിലും പുറത്താണെങ്കിലും ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആയി എന്താണ് ഇവിടെ കിട്ടുന്നതെന്ന് അറിയാം. അങ്ങനെ ഞങ്ങൾ കയറിയപ്പോൾ ഇങ്ങനൊരു സംഭവമാണ് അവിടെ കിട്ടുന്നത്. ഒരു കരിക്കിനകത്ത് കുറച്ച് ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീം, പിന്നെ 2 ഗ്ലാസ്സിലായിട്ട് കോക്കനട്ട് വാട്ടർ, പിന്നെ ഒരു ഗ്ലാസ്സിൽ ബോബയും നല്ല തിക്ക് കോക്കനട്ട് മിൽക്കും. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഡെസേർട്ട് കഴിക്കുന്നത്. വളരെ സിമ്പിളും എന്നാൽ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആയിരുന്നു ഇത്. സോ ദിസ് ഷോപ്പ് വാസ് എക്സ്ക്ലൂസീവ്ലി ഫോർ ദിസ് പെർട്ടിക്കുലർ ഡെസേർട്ട്. എന്തായാലും കയറിയത് വെറുതെ ആയില്ല, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇനിയാണ് ഞങ്ങൾ നമ്മുടെ മെയിൻ വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് പോകുന്നത്. നമ്മൾ പകൽ കണ്ട പോലെയല്ല ഇപ്പോൾ ഉള്ളത്. ഒരുപാട് ആൾക്കാർ വന്നു തുടങ്ങി. പിന്നെ ഷോപ്സിലൊക്കെ ലൈറ്റ്സൊക്കെ ഇട്ട് ഭയങ്കര വൈബ്രൻറ്റും കളർഫുള്ളും ആയി. പിന്നെ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു സംഭവമാണ് ഈ സ്പാ സെൻറ്റേഴ്സ്, മസാജ് സെൻറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഷോപ്പിൻ്റെയൊക്കെ ഫ്രണ്ടിൽ നിന്ന് ഒരുപാട് ലേഡീസ് നമ്മളിങ്ങനെ ലീഫ്ലെറ്റൊക്കെ കാണിച്ച് വിളിക്കും. അങ്ങനെ ഒരാളാണ് ഇവിടെ നിൽക്കുന്നത്. ഒരുപാട് നടന്ന് ക്ഷീണിക്കുമ്പോൾ ആൾക്കാർക്ക് പോയി ഫുഡ് മസാജൊക്കെ ചെയ്യാനാണെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ നടന്ന് നമ്മൾ വൈകിട്ട് കണ്ട ബുയ് വിയൻ്റെ ഗേറ്റിൻ്റെ അവിടെ എത്തി. വാക്കിംഗ് സ്ട്രീറ്റ് എന്നൊക്കെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒരുപാട് ഷോപ്സ് ഉണ്ടാവും, നമുക്ക് കയറി ഷോപ്പ് ചെയ്യാം, കുറേ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും, അങ്ങനെയൊക്കെ ആയിരിക്കും വിചാരിച്ചത്. പക്ഷേ ഈ ഒരു സ്ട്രീറ്റ് എക്സ്ക്ലൂസീവ്ലി ഫോർ ഡ്രിങ്കിങ്, വൈബിങ്, പബ്, പാർട്ടീസ് എക്സെട്ര അങ്ങനെയാണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പ്ലേസിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു. അപ്പോൾ ഇത് 2 സൈഡിലും ഇവിടെ ബാർസും സ്പാ സെൻറ്റേഴ്സും ഒക്കെയാണ്. ഇതിൻ്റെയൊക്കെ ഫ്രണ്ടിലായിട്ട് ഗേൾസും ബോയ്സൊക്കെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളൊന്നും ഒക്കേഷണൽ ഡ്രിങ്കേഴ്സ് പോലുമല്ല, എങ്കിൽ കൂടി ഈ ഒരു പ്ലേസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവിടുത്തെ ഒരു ആംബിയൻസ്, ഇവിടുത്തെ ആ വൈബും ആൾക്കാരുടെയൊക്കെ ഒരു ലൈവ്ലിനെസ്സും.